ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അവർണികയും കിഷോറുമായിട്ട് മുട്ടം വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർണിക പറയുന്നുണ്ട്, നീ ഇങ്ങനെ തോന്നിയ പോലെ ജീവിക്കാമെന്ന് വിചാരിക്കേണ്ടെന്നൊക്കെ പറയുമ്പോൾ കിഷോർ പറയുന്നുണ്ട്, എനിക്കതൊന്നും പറ്റില്ല, എനിക്ക് എൻ്റെതായ കുറേ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എൻ്റെ ഡാഡി തന്നതാണ്, ഈ ഔദാര്യാണ് നിൻ്റെ ജീവിതം എന്നുള്ളത് നീ മറക്കരുതെന്നൊക്കെ അവർണിക പറയുമ്പം കിഷോർ പറയുന്നുണ്ട്, എന്ന് വെച്ചിട്ട് ഞാൻ നിങ്ങളുടെ കാലിൻ്റെ അടിയിൽ എപ്പോഴും അടിമയായിട്ട് കഴിയണമെന്നാണോ പറയുന്നത്? അതിനൊന്നും ഇനി എന്നെ കിട്ടില്ല. അപ്പോൾ അവർക്ക് ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നീ ഇതെന്താ മുന്നേ പറയാതിരുന്നത്? കല്യാണത്തിന് മുമ്പേ പറഞ്ഞുകൂടായിരുന്നോ? വിവാഹം കഴിഞ്ഞാലും നീ നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കൂന്ന്. അപ്പോൾ അവർക്ക് ഇങ്ങനെ വെറുപ്പോട് കൂടിയാണ് കിഷോറിനെ നോക്കുന്നത്. അപ്പോൾ കിഷോർ അതിലേറെ വെറുപ്പോടെയാണ് പറയുന്നത്, മനുഷ്യന്മാരുടെ സ്വഭാവമല്ലേ, എപ്പോഴും ഒരുപോലെ ഒന്നും ഇരിക്കില്ല, മാറിയെന്നൊക്കെ ഇരിക്കും. അങ്ങനെ നീ ഇനി മാറാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ കിഷോർ പറയാ, അങ്ങനെ വാശി പിടിച്ചെന്നെ കൂടെ നിർത്താമെന്ന് നീ കരുതണ്ട. അവസാനം കരഞ്ഞുകൊണ്ട് അവർക്ക് പറയാണ്, നീ എൻ്റെ കൂടെ നിന്നേ പറ്റൂ, ഞാൻ പ്രഗ്നൻ്റാ. കിഷോർ ഷോക്കായി പോവാണ് കേട്ടപ്പോൾ. നമുക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോവുക, ഈ സന്തോഷ വാർത്ത ആദ്യമായിട്ട് പറയാൻ വിളിച്ചതാ ഞാൻ. അത് കേൾക്കാനുള്ള ക്ഷമ പോലും നീ കാണിച്ചില്ലല്ലോ. അങ്ങനെയൊക്കെ കരഞ്ഞുകൊണ്ട് അവർക്ക് സങ്കടത്തോടെ പറയാണ്. അപ്പോഴേക്കും കിഷോർ പോയിട്ട് ഒന്നും മിണ്ടാതെ അവിടെ ബെഡിലിരിക്കുന്നുണ്ട്. അപ്പോഴും സങ്കടത്തോടെ അവർക്ക് പറയാണ്, ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഒരു പെൺകുട്ടി താൻ ക്യാരിയിങ് ആണെന്ന് നിലവിളിച്ചുകൊണ്ട് ഭർത്താവിനോട് പറയേണ്ടി വരുന്നത്. അതിന് കാരണക്കാരൻ നീയാ എന്ന് പറഞ്ഞ് കിഷോറിന് നേരെ വിരൽ ചൂടാണ്. കിഷോർ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അവർക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കിഷോറിൻ്റെ ഫോൺ ബെല്ലടിയുന്നത്. പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് ആരാ നോക്കിയതിന് ശേഷം കിഷോർ പറയുന്നുണ്ട്, അവിടെ തന്നെ നിന്നോ, ഞാൻ അങ്ങോട്ടേക്ക് വരാം. എന്നിട്ട് അവർണികയ്ക്ക് നേരെ തിരിഞ്ഞിട്ട് പറയാണ്, നീ കിടന്നോ, നമുക്ക് നാളെ സംസാരിക്കാം. അവർണിക ആകെ അന്താളിപ്പോടുകൂടെ നോക്കുന്നത്. ഇത്രയും സീരിയസ് ആയ ഒരു കാര്യം പറഞ്ഞിട്ട് അതിൻ്റെ യാതൊരു ഭാവഭേദവും കിഷോറിൽ കാണാനില്ല. അപ്പോൾ അവർണിക ചോദിക്കുക, കിഷോർ നീ ഇത് എവിടെയാ? പക്ഷേ അവർണികയെ മൈൻഡാക്കാതെ കൈ തട്ടി മാറ്റിക്കൊണ്ട് കിഷോർ അവിടുന്ന് പോവുകയാണ്. സ്വയം പരാജയപ്പെട്ടതുപോലെ അവർണിക അവിടെ സങ്കടത്തോടെ നിൽക്കുകയാണ്. അതേസമയം ഗീതു ആണെങ്കിൽ ഇങ്ങനെ സ്വന്തം ബെഡ്റൂമിൽ ഇരിക്കുകയാണ്. അപ്പോൾ അവൾ ബെഡിൽ ഇരുന്നുകൊണ്ട് ചിന്തിക്കുന്നുണ്ട്, വരുണിൻ്റെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ചത് താനാണെന്നുള്ളത്, ഞാനാണെന്നുള്ളത് കണ്ണേട്ടൻ അറിയാം. എന്നിട്ട് എന്നെ ആത്മാർത്ഥമായിട്ടൊന്ന് അഭിനന്ദിക്കാൻ പോലും തോന്നിയില്ലല്ലോ. പെണ്ണുങ്ങൾ ചെറിയ കാര്യത്തിന് പോലും അഭിനന്ദനവും നന്ദിയൊക്കെ പ്രതീക്ഷിക്കും. ഇത് വല്ലോ ആണുങ്ങൾക്കറിയോ? അവർക്ക് അവർ ചെയ്യുന്നത് മാത്രം വലിയ കാര്യം. ഇങ്ങനെ ഓരോന്നൊക്കെ ബെഡിലിരുന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കയ്യിലൊരു മുടി തടയുന്നത്. മുടി എടുത്ത് നോക്കുന്ന സമയത്ത് ഗീതു വിചാരിക്കുന്നുണ്ട്, ഇത് ആരുടെ മുടിയാണെന്ന്. പിന്നെ സ്വയം ഇങ്ങനെ ചിന്തിക്കും, ഇത് എൻ്റെ മുടിയല്ലല്ലോ, എൻ്റെ മുടിയേക്കാളും നീളമുണ്ടല്ലോ ഈ മുടിക്ക് എന്നൊക്കെ ഇങ്ങനെ സ്വയം ചിന്തിക്കുകയാണ്. അതിനുശേഷം സ്വന്തം മുടീൻ്റെ കൂടെ വെച്ച് നോക്കും. ആ സമയത്തും ഗീതുവിൻ്റെ മുടിയേക്കാൾ അതിന് വലിപ്പമുണ്ട്. അപ്പോൾ ഗീതു ഇങ്ങനെ സ്വയം ആലോചിക്കുകയാണ്, കാരണം കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറഞ്ഞ പോലെ രഞ്ജു ആ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ഗീതു വിചാരിക്കുന്നുണ്ട്, ഞാനില്ലാത്തപ്പോൾ ഇനി എൻ്റെ ബെഡിൽ അവൾ കയറി കിടന്നിട്ടുണ്ടാവുമോ? ഗീതുവിന് നല്ല ടെൻഷൻ ആവുകയാണ്. പിന്നെ എഴുന്നേറ്റിട്ട് ബെഡ് മൊത്തം തപ്പുകയാണ്. അങ്ങനെ ഒരുപാട് നോക്കിയ സമയത്ത് വീണ്ടും ബെഡിൻ്റെ നടുവിൽ വെച്ചിട്ട് ഒരു അതേ സെയിം വലിപ്പമുള്ള ഒരു മുടിയും കൂടെ കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് ആദ്യം കിട്ടിയ മുടിയും വെച്ചിട്ട് അതിനെ ഒന്ന് നോക്കുകയാണ്. അപ്പോൾ സെയിം വലിപ്പമാണ്. അപ്പം ഗീതുവിന് മനസ്സിലായി, ഉറപ്പായിട്ടും അവൾ ഈ മുറിയിൽ കയറി കിടന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഇമാജിൻ ചെയ്യാണ്, അതായത് രഞ്ജുവും ഗോവിന്ദും കൂടെ ആ മുറിയിൽ ഇരിക്കുന്ന ഒരു സീനും, അതുപോലെ തന്നെ രഞ്ജു ആ ബെഡിൽ സ്നേഹത്തോടെ ഗോവിന്ദിൻ്റെ അടുത്ത് സ്നേഹത്തോടെ കിടക്കുന്നതും. മനസ്സിലിങ്ങനെ പല ചിന്തകളും കടന്നു വരാൻ തുടങ്ങി. ഇനി രഞ്ജുവും ഗോവിന്ദും തമ്മിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും? നമുക്കൊരു ടെൻഷനോ അല്ലൊരു സംശയമോ കയറിയാൽ പിന്നെ അങ്ങനെയാണല്ലോ, മഞ്ഞപ്പിത്തം ബാധിച്ചതിന് കാണുന്നതൊക്കെ മഞ്ഞാന്ന് പറഞ്ഞ പോലെ. പിന്നെ ഗീതു ആ ബെഡ് മൊത്തം തപ്പാൻ തുടങ്ങുകയാണ്. അപ്പോൾ പില്ലോ ഒക്കെ എടുത്ത് പില്ലോൻ്റെ അടിയിലുണ്ടോ അങ്ങനെയൊക്കെ നോക്കുകയാണ്. അപ്പം വീണ്ടും 2 മുടി കിട്ടുന്ന സമയത്ത് ഗീതു അതൊക്കെ തമ്മിൽ കമ്പാരിസൺ ഒക്കെ നടത്തി നോക്കുകയാണ്, അതിൻ്റെ ലെങ്ത് ഒരുപോലെയാണോ എന്നൊക്കെ. അതിനുശേഷം കയ്യിലിരിക്കുന്ന മുടിയെ പിന്നെ തമ്മിൽ വേർതിരിക്കുകയാണ്. ഈ മുടി അവളുടേതാണ്, ഇത് രണ്ടും എൻ്റേതാണ്. ഇവിടെ എന്തായിരിക്കും സംഭവിച്ചേ? ഈശ്വര, ഗീതുവിന് ആകെ കൂടെ ടെൻഷൻ ആവുകയാണ്. ഗോവിന്ദ് കയ്യിൽ നിന്നും വഴുതി പോവുകയാണോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ കയറുകയാണ്. പെട്ടെന്ന് തന്നെ എഴുന്നേറ്റിട്ട് പോയിട്ട് മിററിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. കാരണം ഗീതു തന്നെ എറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്ന ആ കണ്ണാടിക്ക് മുന്നിൽ പോയി നിൽക്കുകയാണ്. എന്നിട്ട് സ്വയം സങ്കടത്തോടെ പറയുകയാണ്, ഞാൻ തന്നെ എന്നെ പൊട്ടിച്ചു കളഞ്ഞുകൊണ്ട് ഇനി ഒരു മറുപടിയും പ്രതീക്ഷിക്കേണ്ട. എന്നിട്ട് നിരാശയോടുകൂടി കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോരാൻ ശ്രമിക്കുകയാണ്, ബെഡിനടുത്തേക്ക്. അപ്പോഴേക്കും പെട്ടെന്ന് കണ്ണാടിൻ്റെ ഉള്ളിൽ നിന്ന് ശബ്ദം കേൾക്കുകയാണ്, എന്താ നിൻ്റെ പ്രശ്നം? അപ്പോൾ ഗീതു അത്ഭുതത്തോടു കൂടി തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ആ പൊട്ടിയ മിററിൻ്റെ ഉള്ളിൽ ഗീതുവിൻ്റെ ഒരു പ്രതിബിംബം എന്താ പറയുക, പൂർണ്ണ രൂപത്തിലല്ലാതെ കാണുന്നുണ്ട്. അപ്പോൾ ഗീതുവിന് ഒത്തിരി സന്തോഷമാവാണ്. ഗീതു അവിടെ തന്നെ നിൽക്കുന്ന സമയത്ത് ആ മിററിനകത്തു നിന്നും ആ രൂപം, അതായത് ഗീതുവിന് ഓപ്പോസിറ്റായിട്ട് വേറൊരു ഗീതു എന്നൊരു രീതിയിൽ അവിടെ കാണുകയാണ്. അപ്പോൾ ഗീതു പ്രതിരൂപത്തെ നോക്കിയിട്ട് പുഞ്ചിരിക്കുകയാണ്. അപ്പം തിരിച്ചവർ അത് ചോദിക്കുന്നുണ്ട്, എന്താ കണ്ണേട്ടൻ്റെ ഫ്രണ്ടാണോ ഇപ്പോൾ നിൻ്റെ ഉറക്കം കെടുത്തുന്നേ? അപ്പോൾ ഗീതു അരിശത്തോടെ പറയുന്നുണ്ട്, ആ കുഞ്ചുവിനെ പേടിച്ചിട്ട് ഇപ്പോൾ ബെഡ്റൂമിലും ക്യാമറ വെക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ പ്രതിരൂപം പറയാണ്, കണ്ണേട്ടൻ്റെ ആരാ അവളെന്ന് നിനക്ക് സ്ട്രോങ് ആയിട്ട് ചോദിച്ചൂടെ? അതിനുള്ള അവകാശം നിനക്കില്ലേ? അപ്പം വിഷമത്തോടു കൂടി ഗീതു തലതാഴ്ത്തുകയാണ്. അപ്പോൾ ഗീതു തിരിച്ചു പറയാണ്, കണ്ണേട്ടൻ്റെ ഏതോ ഒരു ലവിനെ പറ്റി ഇടയ്ക്കെന്നോട് പറഞ്ഞായിരുന്നു. ഇനി അവളാണോ ഇത് എന്നാണ് എനിക്കൊരു പേടിയുണ്ട്. ആണെങ്കിൽ കുറച്ച് പ്രശ്നമാണ്. അപ്പോഴും പ്രതിരൂപം പറയുന്നുണ്ട്, നീ ഒരു കാലത്ത് കിഷോറിനെ സ്നേഹിച്ച പോലെ അല്ലേ? ആ വൃത്തികെട്ടവൻ്റെ പേര് ഇനി എന്നോട് മിണ്ടരുത്. ഗീതു ദേഷ്യത്തോടെ പറയാണ്. അപ്പോൾ പെട്ടെന്ന് പ്രതിരൂപം പറയും, അല്ല അതുപോലെ കണ്ണേട്ടൻ സ്നേഹിച്ചിരുന്നവളാണെങ്കിലോ?
നീ കാമുകനപ്പോൾ ഉല്ലാസിച്ച് നടന്നപ്പോൾ നിന്റെ പിന്നാലെ ഒരു കാവൽ നായെ പോലെ നടന്ന നിന്റെ ഭർത്താവിൻ്റെ സങ്കടം എത്രയാണെന്ന് നിനക്കിപ്പോൾ മനസ്സിലായോ? ഗീതു സങ്കടത്തോടു കൂടി നിൽക്കുകയാണ്. എന്നിട്ട് തിരിച്ച് പ്രതിരൂപത്തോട് പറയുന്നുണ്ട്, ശരിയാ, പാവം കണ്ണേട്ടൻ അന്ന് ഒരുപാട് സങ്കടപ്പെട്ട് കാണും. ഞാനന്ന് അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ലായിരുന്നു. ഇതാ എൻ്റെ കുഴപ്പം. റിയൽ ലവ് ആരുടേതാണെന്ന് ഞാനന്ന് തിരിച്ചറിഞ്ഞില്ലായിരുന്നു. അപ്പം മിററിൽ വന്ന രൂപ ഇങ്ങനെ ഗീതുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ് ഗീതുവിൻ്റെ സംസാരം കേട്ടിട്ട്. പെട്ടെന്ന് ഗീതു പറയും, അല്ല, അതിന് കണ്ണേട്ടൻ എന്നോട് ട്രൂ ലവ് ഉണ്ടെന്ന് ആര് പറഞ്ഞു? അപ്പോൾ പ്രതിരൂപം ഞെട്ടുകയാണ്. അപ്പോൾ ഗീതു വീണ്ടും പറയുന്നുണ്ട്, അങ്ങേർക്ക് പണ്ടും ഇപ്പോഴും എന്നോട് വെറുപ്പാ. ഞാൻ വെറും കോൺട്രാക്റ്റ് ഭാര്യയല്ലേ, ആ കുഞ്ചു ആയിരിക്കും ഒറിജിനൽ, നമ്മൾ വെറും ഫേക്ക്. ഗീതു ഇങ്ങനെ പുച്ഛത്തോടൊക്കെ പറയാണ്. അപ്പോഴേക്കും പ്രതിരൂപം പൊട്ടി ചിരിക്കുകയാണ്. അപ്പോൾ ഗീതുവിന് വീണ്ടും ദേഷ്യം വരും. വായിലെ പല്ല് മുഴുവൻ കാണിച്ച് ചിരിക്കണ്ട. ഞാൻ ഫേക്കാവുമ്പോൾ നീയും ഫേക്കാ. കണ്ണേട്ടൻ എൻ്റെ മനസ്സ് കാണാനുള്ള കഴിവൊന്നുമില്ല. ഗീതു സങ്കടത്തോടെ പറയുമ്പോഴേക്കും പ്രതിരൂപം ചിരി നിർത്തിയിട്ട് പറയുന്നുണ്ട്, അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ. അന്ന് നിന്നെ കിഷോറിനെ ഏൽപ്പിക്കാൻ വേണ്ടി ബാംഗ്ലൂരിൽ വന്നപ്പോഴേ കണ്ണേട്ടൻ്റെ മനസ്സെന്തായിരുന്നു എന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ന് നീ കാണിക്കുന്ന അതേ വെപ്രാളായിരുന്നു അന്ന് നിൻ്റെ കണ്ണേട്ടനും. അപ്പോൾ ഗീതു ദേഷ്യത്തോടെ പറയും, അതെ, എൻ്റെ മനസ്സിൻ്റെ വെറും തോന്നലുകളാ നീ, അല്ലാതെ എന്നിൽ നിന്നും മാറി നിന്ന് ചിന്തിക്കാൻ നിനക്ക് പറ്റില്ലല്ലോ. അതെ, കണ്ണേട്ടൻ അന്ന് ഈ പറഞ്ഞ പോലെ മനസ്സിൽ വേറെ തോന്നലുകളായിരുന്നു എന്നുള്ളതിന് എന്തെങ്കിലും തെളിവുകളുണ്ടോ? ചുമ്മാ ഓരോ തോന്നലുകളായിട്ട് വന്നോളും. അപ്പോൾ പ്രതിരൂപം തിരിച്ചു പറയുന്നുണ്ട്, ഞാൻ പറയുന്നതല്ല എനിക്ക് ഉറപ്പുള്ള കാര്യങ്ങളാ. ആഹാ. അപ്പോൾ ഗീതു വിജയിച്ച ഭാവത്തിൽ കയ്യിലിരിക്കുന്ന മുടിയെടുത്തിട്ട്, അതായത് രഞ്ജുവിൻ്റെ മുടിയെടുത്തിട്ട് ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുകയാണ്. അപ്പോൾ പ്രതിരൂപം ഇതെന്താ അർത്ഥത്തിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഗീതു ചോദ്യം പോലെ ചോദിക്കുകയാണ്, എങ്കിൽ ഈ മുടിയിഴ എൻ്റെ ബെഡിൽ എങ്ങനെ വന്നു എന്ന് പറ. അത് നീ പറഞ്ഞ കുഞ്ചുവിൻ്റെ ആയിരിക്കും, പക്ഷേ അതെങ്ങനെ ബെഡിൽ വന്നു എന്നുള്ളത് നിൻ്റെ കണ്ണേട്ടനാണ് പറയേണ്ടത്. നീ അത് നേരിട്ട് ചോദിക്കണം, ഇല്ലെങ്കിൽ അപകടമാവും. ഗീതു ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴേക്കും പ്രതിരൂപം മാഞ്ഞു പോകണം. അപ്പോൾ ഗീതു ഞെട്ടുന്നുണ്ട്. അത്രയും നേരം കൂടെയുള്ളൊരു കൂട്ടുകാരി പെട്ടെന്ന് പോയതിൻ്റെ ഒരു സങ്കടത്തിൽ. അതിനുശേഷം കയ്യിലിരിക്കുന്ന മുടി ഇങ്ങനെ നോക്കി ദേഷ്യത്തോടെ നിൽക്കുകയാണ് പല്ലിറമിക്കൊണ്ട്. അത് കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഗോവിന്ദ് മുറിയിലേക്ക് വരുന്നത്. ഗോവിന്ദ് ഇങ്ങനെ ഗീതുവിനെ നോക്കുകയാണ്. ഗീതു എന്തോ ഒരു ഭാവത്തിൽ നിൽക്കുന്ന കണ്ടിട്ട്. അപ്പോൾ ഗീതു ചെറിയ കുട്ടികളൊക്കെ ചെയ്യുന്ന പോലെ എന്നൊക്കെ പറഞ്ഞ് മുഖം വെട്ടിക്കുകയാണ്. അപ്പം ഗോവിന്ദ് മുറിയിലേക്ക് കയറി വന്നിട്ട് ചോദിക്കും, നിനക്കെന്താ എന്നെ ഫേസ് ചെയ്യാനൊരു മടി? അപ്പോൾ ഗീതു അരിശത്തോടെ പറയൂ, ഞാനില്ലാത്ത സമയം നോക്കി ഒരു പെൺ സുഹൃത്തിനെ ഈ ബെഡിലേക്ക് വിളിച്ച് കയറ്റുന്നവരാ എന്നെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മടിക്കേണ്ടത്. അപ്പോൾ ഗോവിന്ദു ദേഷ്യത്തോടെ വന്നിട്ട് പറയും, ഗീതു, നീ മനസ്സിൽ ഓരോന്ന് സങ്കല്പിച്ച് വെച്ചിട്ട് എന്നെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കരുത്. ഇതേവരെ നിനക്ക് പകരമായിട്ട് ഈ ബെഡ്റൂമിൽ ഒരു പെൺകുട്ടിയെ ഞാൻ കയറ്റിയിട്ടില്ല. അതിനുശേഷം കയ്യിലിരിക്കുന്ന മുടി ഇങ്ങനെ ഗോവിന്ദിന് കാണിച്ചു കൊടുത്തോണ്ട് ചോദിക്കും, ഇതെന്താ നിൻ്റെ കയ്യിലിരിക്കുന്നത് എന്താ? അപ്പോൾ ഗോവിന്ദിന് ആ മുടി കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഗോവിന്ദ് ചോദിക്കും, നീ എന്തൊക്കെയാ ഗീതു ഈ ചോദിക്കുന്നത്? അപ്പോൾ ഗീതു ദേഷ്യത്തോട് പറയും, ആ കണ്ണട ശരിക്കും വെച്ചൊന്ന് നോക്ക്. അപ്പോൾ ഗോവിന്ദ് കയ്യിലിരുന്ന് ആ കണ്ണട എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഗീതു ചോദിക്കും, ഇപ്പം കണ്ടോ, ഇത് തലമുടിയല്ലേ? ഇത് വെറും തലമുടിയല്ല, ഒരു പെണ്ണിൻ്റെ തലമുടിയാ, നമ്മുടെ ബെഡിൽ നിന്ന് കിട്ടിയതാ. അപ്പോൾ ഗോവിന്ദ് പുച്ഛത്തോടെ ചിരിക്കും. എന്നിട്ട് ചോദിക്കും, നീ എന്താ പെണ്ണല്ലേ? അപ്പോൾ ഗീതു അരിശത്തോട് പറയും, ഇതെൻ്റെ തലമുടിയല്ല. അങ്ങനെ തറപ്പിച്ച് പറയാൻ നീ എന്താ ഇതിൻ്റെ DNA ടെസ്റ്റ് എടുത്തിട്ടുണ്ടോ? അത് കണ്ടുപിടിക്കാൻ ഒരു ടെസ്റ്റിൻ്റെ ആവശ്യമില്ല. ഇത്രയും നീളമുള്ള തലമുടി ആ കുഞ്ചുവിൻ്റെയാ. രഞ്ജുവിനെയാണോ നിനക്ക് സംശയം? ഞാൻ കരുതി വേറെ വല്ല പെണ്ണിനെയായിരിക്കും. അത് പറഞ്ഞ് നിസ്സാരാക്കിയിട്ട് ഗോവിന്ദ് അവിടുന്ന് പോവുകയാണ്. അപ്പോൾ ഗോവിന്ദിൻ്റെ പിന്നാലെ പോയിട്ട് ഗീതു വീണ്ടും പറയുന്നുണ്ട്, ആഹാ, അതല്ലാതെ അപ്പോൾ വേറെ പെൺപിള്ളേർ ഇങ്ങോട്ട് വരാൻ ക്യൂ നിൽക്കുവാണോ? അപ്പോൾ ഗോവിന്ദ് ദേഷ്യത്തോടെ പറയും, ഞാൻ എന്ത് പറഞ്ഞാലും നീ എന്തിനാ അതിന് വേണ്ടാത്ത അർത്ഥങ്ങൾ കാണുന്നത്? രഞ്ജു ഈ വീട്ടിലെ ഒരു അംഗത്തെ പോലെയല്ലേ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. അവളിവിടെ വന്നിരുന്നു, കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ഗീതു ഒന്ന് ഞെട്ടുകയാണ്. അപ്പോൾ ഗീതു മനസ്സിൽ വിചാരിക്കും, ഈശ്വര, അതിനിടയിൽ ആ ദുർബല നിമിഷം ഉണ്ടായോ? അതിനുശേഷം ഗോവിന്ദും രഞ്ജുവും കൂടെ ആ ബെഡിൽ ഇരുന്നിട്ട് ചെയ്യുന്ന സ്വകാര്യ നിമിഷങ്ങളൊക്കെ ഗീതുവിൻ്റെ മനസ്സിൽ വരികയാണ്. ചായ കൊടുത്തുകൊണ്ട് ഗോവിന്ദിൻ്റെ അടുത്തിരിക്കുന്ന രഞ്ജുവിൻ്റെ തലമുടി തലോടിക്കൊണ്ടിരിക്കുന്ന ഗോവിന്ദ്. അപ്പോൾ പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ഗീതു ചോദിക്കും, അവൾ എന്തിനാ ഈ ബെഡ്റൂമിൽ കയറിയത്? അപ്പോൾ പെട്ടെന്ന് തന്നെ പേടിച്ചുകൊണ്ട് വെപ്രാളത്തോടെ ഗോവിന്ദ് പറയുന്നുണ്ട്, എനിക്ക് തരാൻ വേണ്ടി ഉണ്ടാക്കിയ ചായയിൽ കാഞ്ചന പഞ്ചസാരയ്ക്ക് പകരം ഉപ്പിട്ടു. അതിൻ്റെ ദേഷ്യത്തിൽ നിൽക്കുമ്പോൾ രഞ്ജു ഒരു ചായ ഇട്ട് തരാമെന്ന് പറഞ്ഞു. എനിക്ക് വൈകുന്നേരം ആകുമ്പോൾ ചായ കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ ദേഷ്യം നിനക്ക് അറിയാവുന്നതല്ലേ. അതിനുശേഷം നാഗവല്ലി നടക്കുന്നത് പോലെ ഗോവിന്ദ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. എന്നിട്ട് ഗീതുവിന് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം ചായയുമായിട്ട് രഞ്ജു വരുമെന്ന പ്രതീക്ഷയിൽ ഞാൻ ഈ മുറിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ രഞ്ജു ദേഷ്യത്തോടെ തിരിഞ്ഞു നിന്നിട്ട് പറയും, ഇങ്ങനെ ഉലാത്താതെ ബാക്കി പറ. അപ്പോൾ ഉലാത്തിൽ നിർത്തിയിട്ട് ഗോവിന്ദ് പറയും, എൻ്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ നിനക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഗീതു തലയാട്ടിക്കൊണ്ട് വിചാരിക്കും മനസ്സിൽ, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ണേട്ടനും ചിന്തിക്കാൻ പോലും പറ്റില്ല. അത് എൻജോയ് ചെയ്തുകൊണ്ട് ഗോവിന്ദ് പറയും, അത് കഴിഞ്ഞ് നടന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്, ഞാൻ ശരിക്കും നടുങ്ങിപ്പോയി. അപ്പോൾ ഗീതു ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. പറയാൻ വേണ്ടി പോകുന്ന കാര്യം കേൾക്കാനുള്ള ഗട്ട്സ് ഉണ്ടാവണേന്ന് വിചാരിച്ചിട്ട് ഗീതു മനസ്സിൽ വിചാരിക്കുകയാണ്, അയ്യോ, എൻ്റെ കണ്ണേട്ടനൊന്ന് ഉച്ചത്തിൽ ഒച്ച വെക്കാൻ പോലും കഴിഞ്ഞു കാണില്ല.
എൻ്റെ ഈശ്വര, എന്നെ നീ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഗീതു ആകെ മൊത്തം ടെൻഷനിലാണ്. നീ ഓഫീസിൽ നിന്ന് പോയതിന് ശേഷം രഞ്ജു അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാ അവൾക്ക്. അപ്പോഴേക്കും ഗീതു ഇടയിൽ കയറാണ്. ഓ, എന്തിനാ ബെഡ്റൂം സീൻ പറയുന്നതിനിടയ്ക്ക് അതിനിടയിൽ കയറിയിട്ട് ഓഫീസ് സീൻ പറയുന്നേ? ഇവിടെ എന്ത് സംഭവിച്ചു അത് പറ. അപ്പോൾ ഗോവിന്ദ് പറയും, അതല്ലേ പറഞ്ഞു വരുന്നത്. രഞ്ജു ചായയുമായിട്ട് മുറിയിലേക്ക് വരുന്നു. അപ്പോൾ ഗീതു അത് ഇമാജിൻ ചെയ്യാണ്. ചായയുമായിട്ട് മുറിയിലേക്ക് വരുന്ന രഞ്ജു, അവിടെ ഷർട്ടും മുണ്ടൊക്കെ എടുത്ത് നിൽക്കുന്ന നമ്മുടെ ഗോവിന്ദ്. അപ്പം ഗോവിന്ദിന് നേരെ ചായ കപ്പ് നീട്ടുകയാണ് രഞ്ജു, ചായ. അപ്പോൾ ഗോവിന്ദ് ആ ചായ കപ്പ് വാങ്ങിച്ചിട്ട് അവിടെ മാറ്റി വെക്കുന്ന സമയത്ത് രഞ്ജു ചോദിക്കുന്നുണ്ട്, കുടിക്കുന്നില്ലേ? ചൂടാറട്ടെ. ചൂടാറിയ ടേസ്റ്റ് പോവും. അപ്പോൾ ഗോവിന്ദ് ചായക്കപ്പ് വീണ്ടും കയ്യിലെടുക്കുകയാണ്. ആ സമയം കൊണ്ട് രഞ്ജു അവിടെ ബെഡിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് രഞ്ജുവിനെ സ്നേഹത്തോടെ നോക്കുന്നു. അവിടെയാണ് ഗീതുവിൻ്റെ ഓർമ്മ തെളിയുന്നത്. എന്നിട്ട് ഗീതു ടെൻഷനോട് ചോദിക്കും, നമ്മുടെ ബെഡിലോ? അപ്പോൾ ഗോവിന്ദ് ചോദിക്കും, അതിനെന്തിന് ഇത്ര വലിയ എക്സ്പ്രഷൻ? നമ്മുടെ ബെഡിലോ എന്നൊക്കെ? ഇവിടെ വേറെ കട്ടിലൊന്നുമില്ലല്ലോ, അവളിവിടെ ഇരുന്നു. അപ്പോൾ ഗീതു മനസ്സിൽ വിചാരിക്കുകയാണ്, ഇനി വർണ്ണിക്കാൻ പോകുന്നത് ഇവിടെ നടന്ന കണ്ണൻ്റെ ലീലകളായിരിക്കും. അതിനുശേഷം മനസ്സിൽ വിചാരിക്കുകയാണ്, ഗോവിന്ദും രഞ്ജുവും കൂടെ ബെഡിൽ ഇരുന്നിട്ട് ഗോവിന്ദ് രഞ്ജുവിൻ്റെ തലമുടിയിലെ കൂടെ തലോടുന്നതും അവർ സ്നേഹത്തോടെ നിൽക്കുന്നതൊക്കെ. അപ്പോൾ ഗീതുവിന് ഇങ്ങനെ അരിശെന്നറിയാണ്. ഷോള് പിടിച്ച് കടിച്ചിട്ട് പറയും, മതി, അത്രയും മതി. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വന്നില്ല, എനിക്കിത്രയും മതി, ബാക്കി കാര്യങ്ങളാണ് നീ കേൾക്കേണ്ടത്. അപ്പോൾ ഗീതു ദേഷ്യത്തോടെ, കണ്ണേട്ടാ സത്യം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ബിൽഡപ്പ് നടത്തിയത്. അപ്പോൾ ഗീതുവിനെ ചുറ്റിക്കൊണ്ട് ഗോവിന്ദ് പറയാണ്, ഇവിടെ വെച്ച് ഞാൻ ഇതുവരെ അറിയാത്ത ലോകം, നിഗൂഢതകളുടെ ലോകം എനിക്ക് കാണിച്ചു തന്നു എന്നും പറഞ്ഞ് ഗീതു കുഴഞ്ഞ് അവിടെ ബെഡിലിരുന്ന് പോവുകയാണ്. അപ്പോൾ ഗീതുവിൻ്റെ നേരെ തലതാഴ്ത്തിയിട്ട് ഗോവിന്ദ് പറയുന്നുണ്ട്, എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഗീതു. അപ്പോൾ ഗീതു ദേഷ്യത്തോടെ എഴുന്നേറ്റിട്ട് പറയും, അവളെ ഞാനിന്ന് കൊല്ലും. അപ്പോൾ ഗോവിന്ദ് ഗീതുവിനെ പിടിച്ചു വെക്കുകയാണ്. നീ ചെയ്യേണ്ടത് അവൾ ചെയ്തത്, നീ പരാജയപ്പെട്ടെടുത്ത് അവൾ വിജയിച്ചു. അപ്പോൾ ഗീതു ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, അത് ശരി, അപ്പോൾ അതിൻ്റെ കുഴപ്പമായിരുന്നോ? അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, നീ ഏറ്റത് നിനക്ക് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് അവൾ ചെയ്തു, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ചെയ്തു, അതിന് നിനക്കെതിരെ അവളോട് ഇത്ര ദേഷ്യം? അപ്പോൾ ഗീതു അരിശത്തോടെ പല്ലുറുമിക്കൊണ്ട് ഗോവിന്ദിനോട് പറയും, അപ്പോൾ ഞാൻ ഇത്രയും കാലം പ്രതീക്ഷിച്ചതെല്ലാം വെറുതെ ആയല്ലേ? എന്നിട്ട് ഗോവിന്ദിൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ചിട്ട് പറയും, ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. അപ്പോൾ ഗോവിന്ദ് വീണ്ടും പറയുന്നുണ്ട്, സത്യമാ ഗീതു, അതിൻ്റെ എല്ലാ തെളിവുകളും എൻ്റെ ഫോണിലുണ്ട്, ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞിട്ട് ഗോവിന്ദ് ഫോൺ എടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ഗീതു മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, വൃത്തികെട്ടവനെ, എല്ലാം ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുക അല്ലേ? അപ്പോൾ ഗീതു ദേഷ്യത്തോടെ മുഖന്തിരിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് ഫോൺ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാ കണ്ടോ? എനിക്ക് കാണണ്ട, നീ കാണണം, ഗോവിന്ദ് പറയുന്നുണ്ട്. വേണ്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ദേഷ്യത്തോടെ മുറിയിൽ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പോഴേക്കും ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, എന്താ വരുൺ കമ്പനിയെ ചതിച്ചതിൻ്റെ തെളിവുകൾ നിനക്ക് കാണണ്ടേ? അപ്പോൾ ഗീതു പെട്ടെന്ന് സ്റ്റെക്കായിട്ട് തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, നമ്മളുടെ അക്കൗണ്ട് സെക്ഷൻ ഒന്ന് ചെക്ക് ചെയ്യാൻ ഞാൻ രഞ്ജുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അവൾ കണ്ടുപിടിച്ച തെളിവുകളാണ് ഇതെല്ലാം. ഗീതുവിൻ്റെ ഫോണിലുണ്ടായിരുന്ന ആ തെളിവുകൾ ഗോവിന്ദ് ഗീതുവിനെ തന്നെ തിരിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഗീതു തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഇതാണോ അവൾ കാണിച്ചു തന്ന ലോകം? യെസ്, ചതിയുടെ ലോകം. നീ കണ്ടെത്തി തരുന്നു പറഞ്ഞ് വീമ്പിളക്കിപ്പോയ തെളിവുകൾ രഞ്ജു നിഷ്പ്രയാസം കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ ഗീതു ഇങ്ങനെ ആലോചിക്കുകയാണ്, അന്ന് ആ ദിവസം അജാസ് പറഞ്ഞ വാക്കുകൾ, വരുണിനെ കുടുക്കി ഈ കുടുംബത്തിനെ, അതായത് AGM-നെയും രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞ മാഡത്തിൻ്റെ ആ ഒരു അപാര കഴിവ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അപ്പോൾ ഗീതു മനസ്സിലിങ്ങനെ ആലോചിക്കുകയാണ്, ഇത് കിഷോർ കണ്ടെത്തി എന്നെ ഏൽപ്പിച്ച തെളിവുകളാണല്ലോ. എൻ്റെ മൊബൈലിൽ നിന്നും രഞ്ജു അത് അടിച്ചു മാറ്റി, എന്നിട്ട് അവളുടെ മിടുക്ക് കാട്ടി കയ്യടി വാങ്ങാൻ അവൾ കണ്ണേട്ടനെ അത് ഏൽപ്പിച്ചു. അവൾ കൊള്ളാലോ, ഗീതു മനസ്സിൽ വിചാരിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് രഞ്ജുവിനെ പുകഴ്ത്താൻ വേണ്ടി പറയുന്നുണ്ട്, തെളിവുകളുണ്ടെന്ന് പറഞ്ഞ് നീ ഞങ്ങളുടെ മുന്നിൽ ഷോ നടത്തിയതുപോലെ വെറും ഷോ അല്ല ഇത്. വിശദമായി എന്നെ എല്ലാം അറിയിച്ചാണ് രഞ്ജു ഈ തെളിവുകൾ നൽകിയത്. അവൾ അതിൻ്റെ യാതൊരു ക്രെഡിറ്റും ആഗ്രഹിക്കുന്നുമില്ല. വേണ്ട, ഇതിൻ്റെ ക്രെഡിറ്റ് ഞാൻ അവൾക്ക് കൊടുത്തോളാം എന്നും പറഞ്ഞുകൊണ്ട് ഗീതു രഞ്ജുവിൻ്റെ നേർക്ക് പോവാണ്. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കുന്നുണ്ട്, ഇവളെന്ത് പറഞ്ഞിട്ട് ഈ പോകുന്നതെന്ന് വിചാരിച്ചിട്ട്. ഗീതു നേരെ പോകുന്നത് രഞ്ജുവിൻ്റെ മുറിയിലാണ്. രഞ്ജു എന്തോ പുസ്തകം വായിച്ചിരിക്കുക. അപ്പോൾ ഗീതു യാതൊരു മയവും ഇല്ലാതെ രഞ്ജുവിൻ്റെ അടുത്ത് എത്തിയിട്ട് പറയുന്നുണ്ട്, എടി. അപ്പോൾ രഞ്ജു പെട്ടെന്ന് എഴുന്നേൽക്കുകയാണ്. വരുണേട്ടനെതിരെ എൻ്റെ മൊബൈലിലുണ്ടായിരുന്ന തെളിവുകൾ അടിച്ചു മാറ്റിയല്ലേ നീ കണ്ണേട്ടന് മുന്നിൽ ആള് കളിച്ചേ? അപ്പോൾ പിന്നാലെ ഗോവിന്ദ് മുറിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ കുറച്ചു നേരം ഒന്ന് കള്ളനെ പോലെ പങ്ങി നിന്നിട്ടുണ്ടെങ്കിലും ഗോവിന്ദിനെ കണ്ടപ്പോഴേക്കും രഞ്ജു വീണ്ടും പൂർവാധികം ശക്തിയോടെ പറയും, അയ്യോ എനിക്കൊന്നും അറിയില്ല, ഞാൻ ഗോവിന്ദേട്ടനെ കാണിച്ചത് ഞാൻ കണ്ടെത്തിയ തെളിവുകളാ. അപ്പോൾ ഗീതു പറയുന്നുണ്ട്, ശരിയാ, പക്ഷെ നീ കണ്ടെടുത്തത് എൻ്റെ മൊബൈലിൽ നിന്നാണ് മാത്രം. അയ്യോ അല്ല ഗീതു, അതൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കണ്ടുപിടിച്ചതാ. ദേ, എൻ്റെ മുമ്പിൽ നാടകം വേണ്ട. എൻ്റെ മൊബൈൽ ഇവിടെ ചാർജ് ചെയ്യാൻ വെച്ചിട്ടാ ഞാൻ അവർണികയുടെ കൂടെ പോയത്. ആ നേരത്ത് നീ എൻ്റെ മൊബൈലിൽ നിന്ന് അത് അടിച്ചു മാറ്റി കാണും. അപ്പോൾ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, കണ്ടുപിടിച്ചത് നീയാണെങ്കിൽ അതെന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? അപ്പോൾ ഗീതു തിരിഞ്ഞുകൊണ്ട് പറയും, ഞാൻ പറഞ്ഞാൽ കണ്ണേട്ടൻ അതിന് വിശ്വസിക്കില്ലല്ലോ. അപ്പോൾ ഗോവിന്ദ് പറയാണ്, പക്ഷേ ഇവള് പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിച്ചല്ലോ.
അപ്പോൾ ഗീതു രഞ്ജു പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, ഒരു കാര്യം തെളിവ് സഹിതം പറഞ്ഞാൽ ആരും വിശ്വസിക്കും ഗീതു, പക്ഷേ നീ എല്ലാം പറയാറേ ഉള്ളൂ, നിൻ്റെ കയ്യിൽ യാതൊരു തെളിവും ഉണ്ടാവാറില്ല. ഒരാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ന്യായമാണോ ഗീതു? അപ്പോൾ ഗീതു പുച്ഛത്തോടെ പറയും, ഇവിടെ ഓരോരുത്തരെ മറ്റുള്ളവരുടെ പുരുഷനെ വരെ അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു, അപ്പോഴാ ഇത്. അപ്പോൾ ഗോവിന്ദ് തിരിച്ചു ചോദിക്കൂ, ആരാരെ തട്ടിയെടുക്കാൻ നടക്കുന്നു എന്നാ? അപ്പോൾ പെട്ടെന്ന് തന്നെ രഞ്ജു പറയും, ഒരുപക്ഷെ ഞാൻ കണ്ടെത്തിയതൊക്കെ ഗീതുവും കണ്ടെത്തി കാണും, ഒരുപക്ഷെ സ്വന്തം അനിയനും കൂടെ പ്രതിയാവും എന്ന് കരുതി ആയിട്ടായിരിക്കും അത് മറച്ചു വെച്ചിട്ടുണ്ടാവുക. ഗീതു ആശ്ചര്യത്തോടു കൂടി രഞ്ജുവിനെ നോക്കുകയാണ്. അപ്പോൾ രഞ്ജു വീണ്ടും പറയുന്നുണ്ട്, ചില പെൺകുട്ടികൾക്ക് കല്യാണം കഴിഞ്ഞാലും ഭർത്താവിനേക്കാൾ കൂറ് സ്വന്തം കുടുംബത്തോടായിരിക്കും. അപ്പോൾ ഗീതു ദേഷ്യത്തോടെ നിന്നിട്ട് പറയുന്നുണ്ട്, കണ്ണേട്ടനോടുള്ള എൻ്റെ കൂറ് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല. അപ്പോഴേക്കും ഗോവിന്ദ് ഇടയിൽ കയറുകയാണ്. നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കണ്ട. എന്നിട്ട് രഞ്ജുവിനോട് പറയും, ഗീതുവിനെ എനിക്കറിയാം, സ്വന്തം വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ന്യായമല്ലാത്ത ഒരു കാര്യത്തിനും ആരുടെ കൂടെയും അവൾ നിൽക്കില്ല. അത് പക്ഷേ രഞ്ജുവിന് അത്ര പിടിച്ചില്ല ഗീതുവിനെ പുകഴ്ത്തി പറഞ്ഞത് ഗോവിന്ദ്. പക്ഷേ ഗീതുവിനാണെങ്കിൽ ഒത്തിരി സന്തോഷമായി, കാരണം തന്നെ അത്രയും കണ്ടിട്ട് മനസ്സിലാക്കിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. എനിക്ക് വേണ്ടി ജീവൻ കളയാൻ പോലും തയ്യാറായവളാണ് ഗീതു എന്ന് എനിക്കറിയാം. അപ്പോൾ ഗീതു കുറച്ചൊരു സ്മാർട്ടായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ രഞ്ജുവിന് അതൊന്നും തീരെ പിടിച്ചില്ല ഗീതുവിനെ ഇങ്ങനെ പുകഴ്ത്തുന്നത്. അപ്പോൾ ഗോവിന്ദ് വീണ്ടും ഗീതുവിനെ നേരെ തിരിഞ്ഞിട്ട് പറയുന്നുണ്ട്, പക്ഷേ ഇപ്പം കമ്പനിക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തത് രഞ്ജുവാണ്, നിങ്ങളത് അംഗീകരിക്കണം, എന്നിട്ട് ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകണം. അപ്പോൾ ഗീതു വെറുപ്പോടുകൂടി പറയും, എൻ്റെ തെളിവുകൾ തട്ടിയെടുത്ത് ഇവളെ ഞാൻ അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. എന്നിട്ട് ഗീതു ദേഷ്യത്തോടു കൂടി മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോവാണ്. പിന്നാലെ ഗോവിന്ദ് പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് രഞ്ജുവും പറയും, എൻ്റെ അമ്മ എന്ന് പറഞ്ഞ സ്ത്രീക്ക് വേണ്ടപ്പെട്ടവളായ ഇവളെ ഞാനും അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. അപ്പോൾ ഗോവിന്ദ് രഞ്ജുവിനോട് പറയുന്നുണ്ട്, ദയവ് ചെയ്ത് നിങ്ങൾ രണ്ടുപേരും എന്നെ ധർമ്മസങ്കടത്തിലാക്കരുത്, ഏട്ടൻ ഇത് ഗീതു ഇല്ലേ അവളോട് പറഞ്ഞാൽ മതി. അപ്പോൾ ഗോവിന്ദ് പറയാണ്, ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയത് നീയല്ലേ, അതാ നിന്നോട് പറഞ്ഞത്. ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കിയത്? മര്യാദയ്ക്ക് മൊബൈൽ നോക്കിക്കൊണ്ടിരുന്ന എന്നെ ഇങ്ങോട്ട് വന്ന് പ്രകോപിപ്പിച്ചത് ഗീതു അല്ലേ? എന്തായാലും അവളുണ്ടാക്കിയ തെളിവ് നീ തട്ടിയെടുത്തിട്ടല്ലേ അവൾക്ക് ദേഷ്യം വന്നത്. അപ്പോൾ രഞ്ജു ഒന്നും പറയാതെ കണ്ണോണ്ട് ഇങ്ങനെ പൊട്ടം കളിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, അത് കണ്ടെത്തിയത് ഗീതു ആണെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. അപ്പോൾ രഞ്ജു ഇങ്ങനെ ചമ്മിയിട്ട് ചിരിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, പിന്നെ അവളുടെ മുന്നിൽ വെച്ച് നിന്നെ കൊച്ചാക്കേണ്ടെന്ന് കരുതിയിട്ടാണ് പറയാതിരുന്നത്. അപ്പോൾ ശരിക്കും ചമ്മിയ അവസ്ഥയിലാണ് രഞ്ജു ഉണ്ടായിരുന്നത്. എന്നിട്ട് തലതാഴ്ത്തിക്കൊണ്ട് തന്നെ പറയും, താങ്ക്സ്. അപ്പോൾ അയ്യടാ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അവളിൽ നിന്ന് ചിരിക്കുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു കിറുക്ക് കൊടുക്കുകയാണ്. പക്ഷേ ഇനി ഞാൻ അവളെ എങ്ങനെ സമാധാനിപ്പിക്കും? ഗോവിന്ദ് ടെൻഷനോട് പറയാണ്. അവൾക്ക് ഇത്തിരി സമാധാനക്കേട് അവിടെ ഇരുന്നോട്ടെ. രഞ്ജു കളിയായിക്കൊണ്ട് പറയും, കൂടുതൽ വിഷമമുണ്ടെങ്കിലേ അവളുടെ പുതിയ വളർത്തമ്മ പാട്ട് പാടി അവളെ ആശ്വസിപ്പിച്ചോളൂ. ആ കോമഡി ഗോവിന്ദിന് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ കൂടുതലായിട്ടും ഗീതുവിനെയാണ് ഗോവിന്ദ് സപ്പോർട്ട് ചെയ്തത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ഇന്നത്തെ കഥ ഇങ്ങനെയാണ് വൈൻഡപ്പ് ചെയ്യുന്നത്. പുതിയ എപ്പിസോഡിൻ്റെ കഥ വിശേഷങ്ങളായിട്ട് നാളെ കാണാം. അതുവരേക്കും ബൈ.